ഇവിടെ വാ വാ. എടാ അല്ലേട്ടൻ വന്നിട്ടുണ്ട്. ആ വന്നോ? നമ്മുടെ സണ്ണിച്ചിന്റെ കാറിനെ കൊണ്ടുവന്നേ. അയ്യേ, ആ പൊട്ടവണ്ടിക്കാണോ വന്നേ? ആടാ. അപ്പൊ ഒരു സമയമായി കാണൂല വന്നപ്പോ. മണിയാ, എല്ലാ ദിവസവും ഈ വഴിയല്ലേ പോകുന്നേ, പിന്നെ എന്നെ ഇത്ര പ്രത്യേകത? ഇങ്ങോട്ട് വന്നേ. ഡേ മണി, ഇന്നിവിടെ നിൽക്കി, ഞാൻ പോയിട്ട് പിന്നെ വരാം. കുഴപ്പമൊന്നും ഒപ്പിച്ചേക്കല്ല്. ആ പോത്തനെത്തിയല്ലോ. ഇന്ന് പറഞ്ഞോളോ മറ്റേ കച്ചവടം ആക്കിയാ. ആ മണിയാ, ഇങ്ങനൊക്കെ നിന്നാ മതിയാ? നമുക്ക് ഒരു ലക്ഷം ചട്ടി കയറണ്ടേ? എടാ 78. വെറുതെ അല്ലടാ നിന്നെ പോത്തേന്ന് വിളിക്കുന്നേ. ഡാ, നമ്മുടെ അണിലേട്ടൻ വന്നിട്ടുണ്ട്. എടാ അത് തന്നെ ഞങ്ങള് പറഞ്ഞു വന്നേ. ആ എടാ, ഈ വരവിന് പുള്ളിയുടെ കല്യാണം വന്നേട്ടെ. ആ അത് കൊള്ളാലോ. ഇന്ന് നമുക്കെന്നാ അങ്ങോട്ട് വിട്ടാലോ? അത് ശരി, അങ്ങേരുടെ അളിയന്തണ്ടി വേദന ചെല്ലണം, അല്ലെങ്കിൽ അയാളുടെ തള്ളു കേൾക്കേണ്ടി വരും. വാ അങ്ങോട്ട് വേഗം. ആ പ്രസിഡന്റ് വന്നല്ലോ. അവിടെ ഇന്ന് എന്നാ ഒപ്പിക്കാനുള്ള ആയില്ല. അല്ല, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണുമല്ലോ. അല്ല, ഇന്നലത്തെ അവന്റെ കാര്യം എന്താ? അതൊക്കെ അപ്പോഴേ റെഡിയായി. എന്നാൽ നടക്കട്ടെ, എനിക്കൊരു കമ്മിറ്റി ഉണ്ട്, ഞാൻ പോയേക്കുക. ഓക്കെ 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 ബൈ. ഓക്കെ ബൈ. ആ പോട്ടെ പോട്ടെ. നീ ഇന്നലെ എവിടെ പോയതാ? എടാ ഇന്നലെ ഇതിന്റെ കച്ചവടമായിട്ട് ഒരു പോക്ക് പോയതാ. പിന്നെ ഞാൻ എപ്പോഴാ വന്ന് എപ്പോഴാ കിടന്നതെന്നൊന്നും എനിക്കൊരു ബോധവുമില്ല. അതുകൊണ്ടാ പിന്നെ ഇന്നലെ അങ്ങ് ഇറങ്ങാഞ്ഞ്. ആകെപ്പാടെ അങ്ങ് മടുത്തും പോയി. അതാ. ആഹാ, അത് ഇവിടെ കിടക്കുമായിരുന്നു. അല്ലടാ, ഇന്നലെ ആക്ച്വലി എന്താ സംഭവിച്ചത്? എടാ അതൊരു കഥയാ. നമ്മുടെ മുക്ക് ഇതിലെ വണ്ടിയുടെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്തതാ. കുറച്ച് കഴിഞ്ഞപ്പോ ദേവന്റെ നിലത്ത് കിടക്കുന്നു. ചോദിച്ചപ്പോ അവന്റെ ബോൾ കാണാനില്ലെന്ന്. പിന്നെ ഞങ്ങളെല്ലാരും കൂടി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്ട്രക്ചറെ കയറ്റി വിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോ കിടന്ന മുക്ക് എഴുന്നേറ്റ് വരുന്നു. അതെങ്ങനെ? ആ നേഴ്സിനെ കണ്ടപ്പോ ഇല്ലേ കയറി താഴെ വന്ന് കാണും. എടാ വേണ്ട അല്ലേട്ടാ. എവിടെ? അവരെന്നാ പറഞ്ഞു? ആ അല്ലേടത്തേണ്ട പെണ്ണോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുവോ? അവര് സംസാരിക്കട്ടെ, ഇപ്പൊ അവരുടെ ടൈമല്ലേ. ആ അല്ലേട്ടാ, ബാക്കി കുറച്ച് വെച്ചേണേ, കല്യാണം കഴിഞ്ഞ് സംസാരിക്കാനുള്ള. അല്ലേട്ടോ, അളിയപ്പെടുത്തിന് വന്ന് അവിടെ പതിവ് എടുത്ത് മാറ്റി വെച്ചേര്. വാടാ വന്നിരിക്കും. അല്ലേട്ടാ, കല്യാണം നമുക്ക് വിളിക്കണ്ടേ? പിന്നെ അല്ലേട്ടാ, ഫുഡ് നമുക്ക് ഏഞ്ചൽസിൽ കൊടുക്കാം. അവിടുത്തെ ബീഫ് ഫ്രൈ അടിപൊളി. അല്ലേ വേണ്ട, ഡ്രീംസിൽ കൊടുക്കാം. അവിടുത്തെ ബിരിയാണി അടിപൊളി. ഒന്ന് ചുമ്മാ ഇരിക്കടാ. ആ മറ്റേ പൊളി. അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോ, പക്ഷേ ഓവർ ആക്കരുത്. ഇപ്രാവശ്യം നമുക്ക് വെറൈറ്റി പിടിച്ചാലോ? എന്തോന്ന് വെറൈറ്റി? എപ്പോഴും നമ്മൾ കുപ്പി എടുക്കും, അടിക്കും, വാള് വെക്കും. ഇപ്രാവശ്യം നമുക്ക് തന്നെ ഉണ്ടാക്കിയാലോ? വാറ്റാനോ? ഏയ് അതൊക്കെ തെറ്റല്ലേ, പോരാത്ത റിസ്ക്കും. നമ്മുടെ കുന്നിലെ കൈതയില്ലേ, പുള്ളി നമ്മളോട് കൈത പറിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കാണെങ്കിൽ 2 മാസം സമയമുണ്ട്. നമുക്ക് കൈത പറിക്കാം, എന്നിട്ട് വൈൻ ഉണ്ടാക്കാം. ആ അത് കൊള്ളാം. ഈ വട്ടം നമുക്ക് വൈൻ കൂട്ടി അടിക്കാം. ഗവൺമെന്റ് പറഞ്ഞത് അനുസരിച്ചു പോയി. എങ്ങനെ? ജല അമൂല്യമാണ്, അത് വാഴാക്കരുന്നാണല്ലോ. ഒരു മാറ്റവും ഇല്ലേടേ. അല്ല, ഇതിപ്പോ ആരുണ്ടാക്കും? അത് മനോനുണ്ടാക്കും. അതൊക്കെ സിമ്പിൾ അല്ലേ. പിന്നെ ആദ്യം കുറച്ച് പൈനാപ്പിൾ എടുക്കുന്നു, അത് കുഞ്ഞു കുഞ്ഞു അരിയുന്നു, ഒരു ഭരണി എടുക്കുന്നു, അതിലേക്ക് കഴിച്ചൊക്കെ ഇടുന്നു, അതിലേക്ക് കുറച്ച് ഈസ്റ്റ്, കുറച്ച് പഞ്ചാര, കുറച്ച് ഗോതമ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് ഒരു വെള്ളത്തുണിയും കൊണ്ട് മൂടി 21 ദിവസം ഒരേ സമയത്തിളക്കിയ 22ാം ദിവസം സാധനം റെഡി. പക്ഷെ ഭരണിയും പഞ്ചാരയും നിങ്ങൾ കൊണ്ടുവരണം. ഞാൻ ഇവനും പോയി കൈത സെറ്റാക്കാം. എടാ ഭരണി അല്ലടാ ഭരണി. എന്തായാലും സെറ്റാക്കിയാ മതി. എന്നാ പിന്നെ നിങ്ങൾ അത് പോയി സെറ്റ് ചെയ്യൂ. അതേറ്റു. ഓക്കെ വാടാ, നമുക്ക് ഈ കോപ്പ് എന്നാ പോകുന്നേ? ഇതിപ്പോ സ്ഥിര ചോദ്യമാണല്ലോടാ. എത്ര ദിവസം ലീവുണ്ട്? 2 മാസം കാണൂടാ. നീ അറിഞ്ഞ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറന്നിടുന്നു. നീ അറിഞ്ഞ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറന്നിടുന്നു. സ്വർഗത്തിലെ അല്ലടാ, നിന്റെ അമ്മായിമ്മയുടെ പെറ്റി കിടക്കുന്നുണ്ട്. അതിന്റെ പിള്ളേരെ തപ്പി ഇറങ്ങിയതാ. ചാക്കണ്ട അടുത്തുള്ള പുല്ലേ. അതെന്താ ഇത്ര വലിയ ചാക്ക്? നമുക്ക് 5-6 പോലെ. ആ ഒരു വഴിക്ക് പോകുന്നല്ലേ, ഇരിക്കട്ടെ. വാ ഇങ്ങോട്ട് ഇറങ്ങി. എടാ അവിടെ ഉണ്ട്. ആണോ? എന്നാ ഇത് പിടി. ഇങ്ങതാ. ഓ ഈ കൈത മുള്ളല്ലേ? കൈത തന്നെ മുള്ളിയാ നിന്റെ കാലി ഞാൻ വെട്ടു. ഓ ആണ്ടേ, അത് പോയി പറക്കി. മനോജ്
ഡാ ഇത് പണിയാവോടാ? ഇന്ന് രാവിലെ തന്നെ മഴക്കാറുണ്ടല്ലോ. ഏയ് അതൊന്നും പെയ്യത്തില്ല. എപ്പോഴും ഇങ്ങനെ ഇവിടെ. ഈസ്റ്റ് എടുത്തില്ല നിങ്ങൾ? ഉണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതുവരെ ആയിട്ട് അവന്മാരെത്തിയില്ലല്ലോ. അവന്മാരിപ്പോ വന്നോളൂന്നേ. അവന്മാരാ വരുതെന്ന് തോന്നുന്നു. ആ അവന്മാര് തന്നെ വിത്ത് പ്രസിഡന്റാ. കൈത കിട്ടിയില്ലേ? ആ കിട്ടി. കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ കിട്ടിയെന്ന് നമ്മൾക്ക് നല്ലവണ്ണം ഓർമ്മ കാണില്ല. ഏതായാലും നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ? രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊണ്ടിരുന്നത്. 5-6 കൈചക്ക പറിച്ചേനാ? 500 500. അവിടെ കുറെ ദിവസമായി മോഷണം നടന്നുകൊണ്ടിരിക്കുക. ആണോ? അവിടുന്ന് കൊണ്ടുപോയ 500 കിലോയോളം ഇവര് കൊണ്ടുപോയെന്നാ പറയുന്നത്. ആ 500 കൊണ്ടുവരെ. അയ്യോ, എൻ്റെ അമ്മച്ചിയെ.